ഞങ്ങൾ അടുത്തൊരു സ്പോട്ട് പിടിക്കാം എന്നുള്ളത് തീരുമാനത്തിലെത്തി. എവിടെയാണ് നമ്മൾ പോകുന്നത്? അൽക്കസ്ബ കനാൽ എന്ന് പറഞ്ഞുകൊണ്ടൊരു സെറ്റപ്പ് ഉണ്ട്. ഇതിൽ കണ്ടാണ്, ഗൂഗിളിൽ കണ്ടാണ്, നോക്കാം. ഗൂഗിൾ വലിയ ബിൽഡിംഗ് ഒക്കെയാണല്ലേ. അങ്ങനെ ഓക്കെ, അങ്ങനെ ഞങ്ങൾ സ്പോട്ടിൽ എത്തിയിട്ടുണ്ട്. നല്ല വ്യൂ ആണ് കേട്ടോ ഇവിടുത്തെ. എന്തോരം വലിയ ബിൽഡിംഗ് ഒക്കെയാണോ. ഈദ് ഹോളിഡേ ആയതുകൊണ്ട് പാർക്കിംഗ് ഫ്രീ ആയിരുന്നു. കിഡ്സ് ഫൺ ഹൗസ് കണ്ടപ്പോഴേക്കും നന്നു അങ്ങോട്ടൊരു ചായ കാണിച്ചു തുടങ്ങി. ഇവിടെ അധികം നേരം നിർത്താൻ പറ്റത്തില്ല. ഓ മൈ ഗോഡ്, ഇതാണോ സ്വർഗലോകം? ഇതാണ്ട് അതിൻ്റെ ഇടയ്ക്കൂടെ പോന്നു. എന്താ സ്ഥലങ്ങൾ നോക്കൂ, ഈ ലൈറ്റിംഗ് കാണാം. ചെറിയ ക്ലിപ്പ് മതി അതൊക്കെ, കാരണം എനിക്ക് പിന്നെ സ്ഥലങ്ങളൊക്കെ എന്ത് രസമാണ്. നമ്മളൊരു ബ്രിഡ്ജിന്റെ മുകളിൽ കൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ബ്യൂട്ടിഫുൾ. വണ്ടി ചരിഞ്ഞേ പോത്തുള്ളൂ. നന്നുവിൻ്റെ പുറകെ നടക്കുമ്പോഴത്തേക്കും ഞങ്ങൾക്ക് വഴി തെറ്റും. അവൾ എങ്ങോട്ടേക്കോ അങ്ങ് പോകുന്നു. ഞാൻ ദുബായ് വന്ന സമയത്ത് നന്നു കയ്യിൽ നിന്ന് തറ ഇറങ്ങത്തില്ലായിരുന്നു. ഇപ്പോൾ നന്നു കയ്യിലിരിക്കത്തില്ല, ആ അവസ്ഥയായി. പിന്നെ ഇവിടെയൊക്കെ വന്നിട്ട് ഇങ്ങനെയൊക്കെ കുട്ടികൾക്ക് കളിക്കാനുള്ളൊരു ഇഷ്ടവും താല്പര്യമൊക്കെ വരുന്നതിൽ നമുക്ക് കുറ്റം പറയാനും പറ്റത്തില്ല. അതുകൊണ്ട് ചേട്ടൻ കാർഡ് എടുക്കാൻ പോയിരിക്കുകയാണ്. ഇവിടെ ഒരു കാർഡ് എടുത്ത് അത് റീചാർജ് ചെയ്തിട്ടാണ് ഓരോ റൈഡിലും കയറുന്നത്. സോ ഈ ഒരു ട്രെയിനിലാണ് നന്നു പപ്പയും കൂടെ. ഇരിക്കാൻ പറ്റുന്നുണ്ടോ? പറ്റുമോ? എനിക്ക് തോന്നുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, ഏതൊരു റിലേഷൻഷിപ്പിലും, ഈവൻ ഹസ്ബൻഡ് ആൻഡ് വൈഫിലായാലും പാരൻസും കുട്ടികളും തമ്മിലായാലും അവരുടെ ഒരു ബോണ്ട് സ്ട്രോങ് ആണെങ്കിൽ ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യുക. ശരിക്കും ഇപ്പോഴത്തെ ഒരു കാലത്ത് ഈ ഒരു ന്യൂസും കാര്യങ്ങളൊക്കെ കേൾക്കുമ്പം ആസ് എ പേരൻറ്റ് ഒരു ന്യൂ മോം എന്ന രീതിയിൽ എനിക്കും ആവലാതിയുണ്ട്. എങ്ങനെയാണ് വളർത്തിക്കൊണ്ട് വരേണ്ടത് ഒരു കുട്ടിയെ എന്നുള്ളതിൻ്റെ ഒരു, ബിക്കോസ് നമ്മൾ ആദ്യമായിട്ടാണല്ലോ പാരൻ്റ് ആകുന്നത്. എനിക്ക് തോന്നിയിട്ടുള്ളതെന്ന് വെച്ചാൽ നമ്മുടെ പാരൻസിൻ്റെയൊക്കെ സമയത്ത് കുറച്ചുകൂടെ ലക്കിയായിരുന്നു ആയിരുന്നു. ഇപ്പോഴത്തെ ഒരു തലമുറയെ ഹാൻഡിൽ ചെയ്യുന്നത് കുറച്ചുകൂടെ റിസ്ക് ഫാക്ടർ കൂടുതലാണെന്നാണ് എനിക്ക് തോന്നുന്നത്. സോ മാക്സിമം നമ്മുടെ കുട്ടികളുമായിട്ടുള്ളൊരു ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യുക, അവരുമായിട്ട് കുറച്ചുകൂടെ ബോണ്ട് ക്രിയേറ്റ് ചെയ്യുക, നമ്മൾ സ്നേഹം പ്രകടിപ്പിക്കുക, അതാണ് വേണ്ടത്. അൾട്ടിമേറ്റ് എന്ന് പറയുന്നത് ഇങ്ങനെ മനസ്സിൽ വെച്ച് കുട്ടിയോട് സ്നേഹമുണ്ട് എന്ന് പറഞ്ഞ് ഇരുന്നിട്ട് കാര്യമില്ല. അവർക്ക് വേണ്ടപ്പോൾ കൊടുക്കുക, സ്നേഹിക്കുക. അവരുടെ സ്നേഹം തിരിച്ചും അവർ നമുക്ക് സ്നേഹം തരും എന്നാണ് എൻ്റെ വിശ്വാസം. വലിയ ചൂടൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇതുപോലെ നടക്കാൻ നല്ല സുഖമാണ് കേട്ടോ. ചെറിയ തണുത്ത കാറ്റൊക്കെ ആയിട്ട്
വിയർക്കാത്തയും കൊണ്ട് അധികം ക്ഷീണം അറിയുന്നില്ല. ഞങ്ങളിപ്പോൾ കുറേ കിലോമീറ്റേഴ്സ് നടന്നിട്ടുണ്ടാവും അല്ലേ. ഇപ്പം ഞങ്ങളിനി തിരിച്ച് റൂമിലേക്ക് പോവാണ്. പോകുന്ന വഴി ലുലു ഹൈപ്പർ മാർക്കറ്റിൽ കയറണം. ഇനി ഗ്രോസറിയൊക്കെ പർച്ചേസ് ചെയ്യാനുണ്ട്. അത് കഴിഞ്ഞിട്ട് ഫുഡ് മേ ബി ഞങ്ങൾ വാങ്ങിക്കുകയായിരിക്കും. എന്നിട്ട് റൂമിൽ പോയിട്ട് കഴിക്കും. അതൊക്കെ തന്നെ ഇന്നത്തെ ഒരു ഈവനിങ് ഇങ്ങനെയായിരുന്നു. അങ്ങനെ ഈദ് ഹോളിഡേയ്സ് കഴിഞ്ഞു. ഞങ്ങൾക്ക് ഈ കഴിഞ്ഞ 3 ദിവസവും മറക്കാൻ പറ്റാത്ത ഓർമ്മകളാണ് സമ്മാനിച്ചത്. ആൻഡ് അതിന് ഗ്രേറ്റ്ഫുള്ളാണ്. നിങ്ങളും ഇത്രയും നേരമായി എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ താങ്ക് യു സോ മച്ച്. ആൻഡ് ഈ വീഡിയോ ഇഷ്ടമായാൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ യൂട്യൂബ് ചാനൽ. താങ്ക് യു.